കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 8-ാമത് വാക്യം. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു, ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഈ വാക്യം നമുക്കെല്ലാവർക്കും പരിചിതമാണ്. എലിയാവെന്ന ദൈവമനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഭാഗം, അതാണ് ഈ ചരിത്ര ഭാഗമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കേവർക്കും അറിയാം, ശക്തനായ ധീരനായിരുന്ന ഒരു പ്രവാചകനായിരുന്നു. സ്തോത്രമാരെയും ഭയപ്പെടാത്തൊരു പ്രവാചകനായിരുന്നു എലിയാവ്. ഭയരഹിതമായൊരു വിഷയം അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ വേദപുസ്തകത്തിനകത്ത് നിന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു മനുഷ്യനാണ് ഏലിയാവ്. എന്നാൽ ഏലിയാവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു തകർച്ചയുടെ കാലം, ഒരു ക്ഷീണത്തിൻ്റെ അവസ്ഥ ഏലിയാവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എല്ലാ ദൈവമക്കളും ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് വരും? ക്ലേശങ്ങൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം. ശുശ്രൂഷാമുഖത്തോ ആത്മീയ ജീവിതത്തിലോ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു കഷ്ടതയുടെ ഒരു കാലഘട്ടമുണ്ട്. അത് ചിലപ്പോൾ ചുരുക്കമായിരിക്കും, ചിലത് ദിവസങ്ങൾ നീണ്ടെന്ന് വരാം, ചിലത് കാലഘട്ടങ്ങൾ നീണ്ടെന്ന് വരാം, ചിലത് വർഷങ്ങൾ ആ കഷ്ടതയിലൂടെ നമ്മൾ യാത്ര ചെയ്തു വരാം. പക്ഷേ എല്ലാറ്റിനും അകത്ത് ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നിങ്ങൾ ഏലിയാവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഇസബേൽ എന്ന ഒരു സ്ത്രീയുടെ വാക്കിൽ നിന്ന് അവൻ ഭാരപ്പെടുകയാണ്. വളരെ ശക്തിയോടെ നിന്നൊരു മനുഷ്യനല്ലേ. 850 അശേരിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുവാൻ കഴിഞ്ഞ ഏലിയാവ് കർമ്മേൽ എന്ന മലയുടെ മുകളിൽ മുഴങ്കാലുകൾക്കിടയിൽ തലതിരികെ വെച്ച് പ്രാർത്ഥിച്ച് 3.5 വർഷം കൊണ്ട് അടഞ്ഞു കിടന്ന ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് മഴ പെയ്യിച്ച ഏലിയാവല്ലേ. വിധവയുടെ മകനായ സാരപാത്രി വിധവയുടെ മകനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ശുശ്രൂഷ വെളിപ്പെടുത്തിയത് ഏലിയാവല്ലേ. ആ ഏലിയാവ് എന്തുകൊണ്ട് ഇവിടെ തളർന്നു? ഒറ്റ മറുപടി അതിനുള്ളൂ. വിഷയത്തിൻ്റെ വലിപ്പമല്ല, ആ സമയത്ത് അവൻ തളർന്നുപോയി എന്നുള്ളതാണ് സത്യം. ചിലപ്പോഴൊക്കെ ഇതിനേക്കാൾ വലുത് ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇത് ചെറുതല്ലയോ എന്ന് മറ്റുള്ളവർ ചോദിക്കാറുണ്ടെങ്കിൽ നമുക്കും അറിയാം ഇതൊരു ചെറിയ വിഷയമാണ്. ഇതിനേക്കാൾ വലുത് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിൽ നമ്മൾ തളർന്നുപോയി എന്ന് ചിന്തിക്കുന്ന ഒരു മേഖലയുണ്ട്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അതിൻ്റെ പുറകിലൊക്കെ ദൈവ പദ്ധതിയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ ആകണം. ഇവിടെ ഇസബേൽ എന്ന സ്ത്രീയുടെ വാക്കിൻ്റെ മുമ്പിൽ എലിയാവ് എന്ന മനുഷ്യൻ, ദൈവമനുഷ്യൻ, ശക്തിയുള്ള അധികാരമുള്ള ദൈവകൃപയുള്ള അഭിഷേകമുള്ള ദൈവമനുഷ്യൻ പറയുകയാണ്, ഇനി എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന എലിയാവിൻ്റെ അവസ്ഥ. പക്ഷെ ദൈവം വിട്ടില്ലെന്നുള്ളതാണ്. ആ ചൂരച്ചയുടെ തണലിൽ ഒതുങ്ങിപ്പോയി എലിയാവിന് ദൈവം ബലപ്പെടുത്തി. അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു. സ്തോത്രം. ഒരു വട്ടമല്ല, 2ാമത്തെ വട്ടവും കൊടുത്തു. അവിടെയാണ് ഈ വാക്ക് നമ്മൾ വായിച്ചത്. അവൻ തിന്നു കുടിച്ച് ആ ആഹാരത്തിൻ്റെ ബലത്തോടുകൂടെ സ്തോത്രം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം 40 ദിനരാത്രങ്ങൾ നടന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, കഷ്ടതകൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ബലഹീനതകൾ കടന്നു വരുമ്പോൾ, ചൂരച്ചെരുക തണലിൽ നമ്മൾ ഒതുക്കുവാൻ പിശാചും മനുഷ്യനും ഒരുപോലെ പദ്ധതിയിടുമ്പോൾ ഒരു കാര്യം സ്തോത്രം നിങ്ങൾ ഓർക്കുക, സ്വർഗത്തിൽ നിന്നുള്ളതിനെ നൽകി നമ്മളെ പോഷിപ്പിക്കുകയും അടുത്ത സ്ഥലങ്ങളിലേക്ക്, അടുത്ത മേഖലകളിലേക്ക്, അടുത്ത ശുശ്രൂഷകളിലേക്ക്, അടുത്ത വാഗ്ദത്തങ്ങളിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഇസബേൽ ആഗ്രഹിച്ചത് ഇവിടം കൊണ്ട് തീരുക എന്നുള്ളതാണ്. ചൂരച്ചെടി ആഗ്രഹിച്ചത് എൻ്റെ തണലിൽ നീ ഒതുങ്ങുമെന്നുള്ളതാണ്. അല്ല സ്തോത്രം. മനുഷ്യൻ്റെ ചിന്തകളിലും അങ്ങനെയായിരുന്നു. പക്ഷേ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ പോലും ദൈവം അത് ചെയ്യത്തില്ലെന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ചിന്ത. എലിയാവ് പറഞ്ഞു, ഞാൻ എനിക്ക് മരിച്ചാൽ മതി, നീ ശുശ്രൂഷിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം പറഞ്ഞില്ല, നിനക്കൊരു ദൂരയാത്രയുണ്ട്, എഴുന്നേൽക്ക്. ദൈവം കൊടുത്ത ബലത്തോടെ, ദൈവം കൊടുത്ത ആഹാരത്തിൻ്റെ ബലത്തോടെ അവൻ 40 ദിനരാത്രങ്ങൾ നടന്ന് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമിടയായി. തളർന്നു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട. നിന്നെ പണിയുന്ന ഒരു ദൈവം, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ്, വീണ്ടും ഒരു യാത്രയിലേക്ക് നിന്നെ നടത്തുന്ന ഒരു ദൈവം കൂടെയിരിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കും. ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം മറയ്ക്കും. ഈ സന്ദേശം അനേകർക്ക് വിടുതലും അനുഗ്രഹത്തിനും കാരണമാകും. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.